എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. 2 ദിവസം കൂടിയേ ഉള്ളൂ ഇനി, അല്ലേ? സോ ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, അടുത്തത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മിക്സ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതായത് നെറ്റിനും സെറ്റിനും വന്നിട്ടുള്ള PYQ എന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ PYQവിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കാനൊന്ന് ശ്രമിക്കുക. അവരും കൂടെ പഠിച്ച് പാസ്സായിക്കോട്ടെ. എന്തായാലും കഥാപ്രസംഗം നിർത്തി ചോദ്യത്തിലേക്ക് പോവാം. The Anglo-Saxon Old English period in English literary history is generally dated from. ഇതൊരു പ്രോപ്പർ ഏജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ കോൾഡ്, നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സോ 449 to 1066. ഇനി 1066ന്റെ പ്രാധാന്യം എന്താ അറിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓൾഡ് സാക്സൺ അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ്, ആംഗ്ലോ സാക്സൺ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് വന്നിട്ടുള്ളത് 440 അറൌണ്ട് അല്ലെങ്കിൽ 450 അറൌണ്ട് ടു 1066. എന്തായാലും 1066 എന്ന് പറയുന്ന വർഷം ഒരിക്കലും മാറില്ല. ദാറ്റ്സ് ഫിക്സ്ഡ് ബിക്കോസ് നോർമൻ കോൺക്വസ്റ്റ്, വില്യം ദ കോൺക്വറർ നോർമാൻഡിൽ നിന്ന് വന്നിട്ട് അവിടെ യുദ്ധം നടത്തി പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. ദ ഓൾഡ് ഇംഗ്ലീഷ് എപ്പിക് യൂൾഫ് ഇസ് കമ്പോസ്ഡ് ഇൻ വിച്ച് പോയറ്റിക് ഫോം? അലിറ്ററേറ്റീവ് വേഴ്സ്. ഇനി ബിയോൾഫിന് കൃത്യമായിട്ട് ഒരു ഓതർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓതർ ഇല്ല. ബിയോൾഫ് ആക്ച്വലി വരുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിൽ നിന്നാണ്. ഓക്കെ. ബിയോൾഫും ഗ്രൻഡലും ഒക്കെയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഹു ഈസ് ട്രഡീഷണലി കോൾഡ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി? 15ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെഫ്രി ചോസർ, കാൻറ്റർബറി ടേജസ് എഴുതിയ ജെഫ്രി ചോസർ ആണ് അതിലെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. The Elizabethan Age, a golden period for English drama and poetry, is named after Elizabeth I. കാരണം അന്നത്തെ പാട്രണേജ്, അതുപോലെ പൈസ കൊടുത്തത്, ഷേക്സ്പിയറിനെ പോലുള്ള ആൾക്കാർക്ക് തിയേറ്റർ കൊടുക്കുന്നത് എല്ലാം ആരാണ്? എലിസബത്തൻ ഏജ് ആണ്. കാരണം അവിടെ വരുമ്പോഴേക്കും പൊളിറ്റിക്സ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആവുകയും അടിപിടി കച്ചറയൊക്കെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 1558 മുതൽ 1603 വരെയാണ് നമുക്ക് എലിസബത്തൻ ഏജ് അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് ഫോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് തന്നെ പറയാൻ പറ്റുന്നത്. The metaphysical poets Dunn, Herbert Marvell are chiefly associated with which period? ഏത് കാലഘട്ടത്തിലാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ജക്കോബിയൻ ആൻഡ് കരോലിൻ ഇറ. കാരണം 1603 എലിസബത്ത് രാജ്ഞി മരിക്കുന്നുണ്ട്. 1603 തൊട്ട് 1625 വരെ ജേക്കബ് വൺ എന്ന് പറയുന്ന രാജാവ് വരുന്നു. 1625 ജേക്കബ് രാജാവ് മരിക്കുന്നു. 1625 തൊട്ട് ചാൾസ് വൺ കരോലിൻ ഏജ് തുടങ്ങുന്നുണ്ട്. സോ ജേക്കബ് ആൻഡ് കരോലിൻ ഇറയിൽ രണ്ടിലും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. The Restoration period in English literature begins with the return to throne of Charles II. 1660 ഇന്റർനെം പീരീഡ് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ കഴിഞ്ഞ 1-2 ആഴ്ചത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അത് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഒരു പ്ലേലിസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കും. നിങ്ങൾ പാട്ടൊക്കെ വെക്കുന്ന പോലെ പ്ലേലിസ്റ്റുകൾ കാണാറുണ്ടായിരിക്കും. പ്ലേലിസ്റ്റിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേയധികം വീഡിയോസ് ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യാം? അത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ കുറേയധികം വീഡിയോസ് ഉണ്ടായിരിക്കും. ഓക്കെ. എന്തായാലും ചാൾസ് ടു 1660 തിരിച്ചു വരുന്നുണ്ട്. 1660 ചാൾസ് രണ്ടാമൻ തിരിച്ചു വരുന്നതോടുകൂടി പ്യൂരിറ്റൻ ഏജ് അവിടെ ഫിനിഷ് ആവുകയാണ്. നിലനിൽക്കുന്നത് എൻഡ് ചെയ്യാണ്. ഓക്കെ. പിന്നീട് റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന പീരീഡിലേക്കാണ് പോകുന്നത്. ചാൾസ് രണ്ടാമൻ വരുന്നതോടുകൂടി the early 18th century Augustan age, modeled on the ideals of Roman Emperor Augustus, is most associated with പോപ്പ് ആൻഡ് ഡ്രൈഡൻ. പോപ്പും ഡ്രൈഡനുമാണ് അവിടുത്തെ പ്രധാന റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ നോക്കി നിങ്ങൾക്കറിയാം. വേർഡ്സ്വർത്ത് ഒക്കെ, കോളേജൊക്കെ റൊമാൻറ്റിക് പീരീഡിൽ വരുന്നതാണ്. ടെന്നിസണൊക്കെ വീണ്ടും അതിനുശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് വരുന്നത്. കാരണം ഇവര് പോപ്പും ഡ്രൈഡനും ബേസിക്കലി ക്ലാസിസിസ്റ്റുകളായിരുന്നു. ക്ലാസിക്കൽ ഓർഡർ, വിറ്റ്, ഹീറോയിക് കപ്ലറ്റ്, ഈ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവർ വളരെയധികം ടേക്ക് കെയർ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. റൊമാൻറ്റിക് ഏജ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈസ് കൺവെൻഷനലി ഡേറ്റഡ് ഫ്രം
റൊമാൻറ്റിക് ഏജ് 1798 മുതൽ 1832 വരെ. ഓക്കെ. എന്താണ് 1832? മാർക്സ് ദ ഡെത്ത് ഓഫ് വാൾട്ടർ സ്കോട്ട് ആൻഡ് ദ റിഫോർമേഷൻ ആക്ട് ഫോം ആക്ട്. വിക്ടോറിയൻ ഏജ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കറസ്പോണ്ട്സ് ടു ദ റെയിൻ ഓഫ് ക്യൂൻ വിക്ടോറിയ. ആരാണ് ഭരിച്ചിരുന്നത്? എന്ന് തൊട്ട് എന്ന് വരെയാണ്? 1837 മുതൽ 1901 വരെയുള്ള കാലഘട്ടത്തിലാണ് വിക്ടോറിയൻ ഏജ് വരുന്നത്. 1851 ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നുണ്ട്. അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. 1851 ഇംഗ്ലണ്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഈ ആ കാലഘട്ടത്തിലാണ് ഡിക്കൻസും ബ്രോണ്ടയും ഹാർഡിയും ഒക്കെ വരുന്നത്. പ്രധാനപ്പെട്ട കവികൾ വരുന്നുണ്ട്. ഓക്കെ. ദ ഏജ് ഓഫ് സെൻസിബിലിറ്റി ഓർ പ്രീ റൊമാൻറ്റിക് ഏജ് ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ പോപ്പ് ആൻഡ് വേർഡ്സ്വർത്ത്. എന്തുകൊണ്ട്? പോപ്പിന്റെ ഒരു ഏജിൽ നിയോ ക്ലാസിക് പീരീഡ് ആയിട്ട് കാണാൻ പറ്റും. റൊമാൻറ്റിസം തുടങ്ങുന്നത് വേർഡ്സ്വർത്തിലൂടെയാണ്. ഇതിന്റെ ഇടയിലുള്ള കാലഘട്ടമാണ് പ്രീ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. എന്നാൽ പ്രീ റൊമാൻറ്റിക് ഏജ് പ്രോപ്പർ ആയിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലല്ല തുടങ്ങുന്നത്, അത് ജർമ്മനിയിലാണ്. ഗോതെ, വോൾഫാങ് ഗോതയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗോതയിൽ കൂടെയൊക്കെയാണ് നമുക്ക് ജർമ്മനി ആ, ഒരു ഇത് പിൻപറ്റിക്കൊണ്ടാണ് പ്രീ റൊമാൻറ്റിക് ഏജ് തുടങ്ങുന്നത്. പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വരികയാണ് ഉണ്ടാവുന്നത്. കാരണം അതിന് മുൻപേ ഉള്ള കാലഘട്ടത്തിലും, അതായത് പ്രീ റൊമാൻറ്റിക് അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഗ്രേയോ അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത്, കൂപ്പറിനെ പോലെയുള്ള ആൾക്കാരുടെ എഴുത്ത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. The Edwardian period following the Victorian age is named after Edward VII. Okay, Edward VII. And the period was from 1901 to 1910. 10 കൊല്ലക്കാലം. ഓക്കെ. അപ്പോഴേക്കും അതിന് ശേഷം ആണ് നമുക്ക് World War I ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. The modernist period in English literature is broadly dated to approximately 1910. I'm sorry, 1910 to 1945. മോഡേണിസ്റ്റ് പീരീഡ്. അവിടെയാണ് നമുക്ക് ജോയ്സ്, ഏലിയറ്റ്, പൗണ്ട് അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റുക. നമ്മൾ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒരു 2 ദിവസം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പ്ലേലിസ്റ്റിൽ താഴെ കിടപ്പുണ്ടായിരിക്കും. പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Which literary age is most closely associated with the stream of consciousness narrative technique? മോഡേണിസ്റ്റ് ഏജ്. നമ്മൾ ഈ പറഞ്ഞ 1900-ന്റെ തുടക്ക കാലഘട്ടം തൊട്ട് ഒരു മിഡിൽ ഏജ് വരെയുള്ള 1950 വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് കാണാൻ പറ്റുക. അതിലും ജെയിംസ് ജോയ്സും വിർജീനിയ വൂൾഫൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. The interregnum or Commonwealth period, Puritan period in English literature is most associated with ഏത് റൈറ്റർ? ജോൺ മിൽട്ടൺ. എന്നാൽ പ്യൂരിറ്റൻ പീരീഡിൽ ഉണ്ടായിരുന്ന റൂളർ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു. ഞാനിന്ന് അധികം പറയുന്നില്ല. എന്നാൽ 1-2 ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പേരൊക്കെ. പ്യൂരിറ്റൻ പീരീഡിന്റെ ഹെഡ്, മിലിറ്ററി ലീഡർ ആരായിരുന്നു എന്നുള്ളത്. The term Pindesical, describing a mood of decadence and cultural anxiety, refers to the literary climate of 1890s. Okay. ഈ ഫ്രേസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡാണ്. എൻഡ് ഓഫ് സെഞ്ചുറി. ഫിൻഡേസിക്കിൾ എന്ന് പറയുന്നത് എൻഡ് ഓഫ് സെഞ്ചുറി എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. ചിനുവാച്ച് പേജ് തിങ്സ് ഫോൾ അപ്പാർട്ട് ഈസ് സെറ്റ് അമംഗ് വിച്ച് പീപ്പിൾ ഓഫ് നൈജീരിയ. ഒരു ട്രൈബിന്റെ പേര് നമ്മൾ പറഞ്ഞതായിരുന്നു, ഇഗ്ബോ ട്രൈബാണ്. ഓക്കെ. അതിന്റെ ഹെഡിന്റെ പേര് ഒക്കൻകോ എന്നുള്ളതാണ്. ഹു ഈസ് ഓതർ ഓഫ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ആൻഡ് പെറ്റൽസ് ഓഫ് ബ്ലഡ്. മൂങ്ങി വാ തിയോങ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ റൈറ്റർ. എ ഗ്രെയിൻ ഓഫ് വീറ്റ് ആൻഡ് പെറ്റൽസ് ഓഫ് ബ്ലഡ്. Bolsoinka became the first African to win Nobel Prize in Literature in which year? 1986-ലാണ് ആദ്യത്തെ ആഫ്രിക്കൻ റൈറ്ററായിട്ട് വോൾസോയിങ്കയ്ക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. തിയോങ്സ് ലാൻഡ്മാർക്ക് ക്രിട്ടിക്കൽ വർക്ക് arguing for writing in African languages rather than English is decolonizing the mind. തിയോങ്ങിന്റെ പ്രധാനപ്പെട്ട വർക്ക് decolonizing the mind എന്നുള്ളതാണ്. Nadine Gordimer awarded the Nobel Prize in Literature in 1991. Is associated with the literature of South Africa. ഗോഡൈമർ എവിടെ നിന്നുള്ള ആളെന്ന് ചോദിച്ചിട്ടുള്ളത് സൗത്ത് ആഫ്രിക്ക. ഓക്കെ. ജെയിം കോറ്റ്സി, the 2003 Nobel laureate
ഈസ് ബെസ്റ്റ് നോൺ ഫോർ നോവൽസ് ഇൻക്ലൂഡിങ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവൽസിന്റെ പേര് ഡിസ്ഗ്രേസ് ആൻഡ് ലൈറ്റ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കിൾ കെ. ഇത് രണ്ട് വർക്കാണ്. ഓക്കെ. അതിൽ ഡിസ്ഗ്രേസ് എന്ന് പറയുന്ന വർക്കിന് 1999 ബുക്കർ പ്രൈസ് ലഭിക്കുന്നുണ്ട്. അലൻ പാറ്റൺസ് ക്രൈ ദ ബിലവഡ് കൺട്രി primarily deals with apartheid era of സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിൽ സുളു എന്ന് പറയുന്ന പ്രീസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. 1991 ബുക്കർ പ്രൈസ് വിന്നിംഗ് നോവൽ ദ ഫാമിഷ്ഡ് റോഡ് വാസ് റിട്ടൺ ബൈ ബെൻ ഒഫ്രി. ഇതൊരു ചോദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിഷ്ഡ് റോഡ് ആരെഴുതി? ബെൻ ഒക്രിയാണ് എഴുതിയിട്ടുള്ളത്. അമോസ് പ്യൂട്ടിലോസ് ദ വാം വൈൻ ഡ്രിങ്കാർഡ് 1952 എഴുതുന്നത്. ഡ്രോസ് ഹെവിലി ഓൺ യോറുബ ഓറൽ ഫോക്ലോർ. അതും ഒരു ആഫ്രിക്കൻ റൈറ്ററിന്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ചിമമണ്ട നോഗി അഡീജി എന്നാണ് സാധാരണ പറയാറുള്ളത്. നോവൽ സെറ്റ് അഗെയിൻസ്റ്റ് ദ നൈജീരിയൻ ബയാഫ്രൻ വാർ ഈസ് ഏതാണ്? ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്നുള്ളതാണ് അഡീജി എഴുതിയിട്ടുള്ള നൈജീരിയൻ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർണ്ണം. ഓക്കെ. ഹാഫ് ഓഫ് എ യെല്ലോ സൺ 2006 ഇറങ്ങിയത്. ഈ സിവിൽ വാർ, നൈജീരിയൻ സിവിൽ വാർ ഉണ്ടായത് 1967 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ്. സിറ്റ്സി ഡംഗ്ബെറാസ് ലാൻഡ്മാർക്ക് നോവൽ നെർവസ് കണ്ടീഷൻസ് കംസ് ഫ്രം വിച്ച് കൺട്രീസ് ലിറ്റററി ട്രഡീഷൻ? സിംബാബ്വേയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സിംബാബ്വെ. ഇറ്റ് ഈസ് സെറ്റ് ഇൻ കൊളോണിയൽ റൊഡീഷ്യ. 1988 ഇറങ്ങുന്ന നോവൽ റൊഡീഷ്യ. അതുപോലെ സിംബാബ്വെ എന്ന് പറയുന്ന കൺട്രിയുടെ ഒരു ലാൻഡ്മാർക്കിൽ നിന്നാണ് വരുന്നത്. വിച്ച് ബോൾസോയിങ്ക പ്ലേ സറ്റൈറൈസസ് corrupt religious and political leadership through a self-styled prophet. The trials of Brother Jiro. ഈ ജിറോ എന്ന് പറയുന്ന ആള് ഈസ് എ ഫ്രോഡ്ലന്റ് പ്രോഫറ്റ്. ഒരു കള്ളത്തരത്തിലുള്ള ഒരു പ്രോഫറ്റാണ്. The negritude movement of the 1930s was founded by Leopold Sedar Senghor, എമിസ് ഷെയർ ആൻഡ് ലിയോൺ ഡെമസ്. ഈ 3 പേര് ചേർന്നിട്ടാണ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് ആഫ്രിക്കയിൽ തുടങ്ങുന്നത്. ബെസി ഹെഡ്, ഓതർ ഓഫ് വെൻ റെയിൻ ക്ലൗഡ്സ് ഗ്യാദർ ആൻഡ് എ ക്വസ്റ്റ്യൻ ഓഫ് പവർ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ബെസി ഹെഡ് ഏത് മൂവ്മെന്റും ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെന്ന് ചോദിച്ചിട്ടുള്ള സൗത്ത് ആഫ്രിക്ക ആൻഡ് ബോട്സ്വാന. Chinua Achebe's essay accusing Joseph Conrad's Heart of Darkness of racism is titled An Image of Africa. കാരണം ജോസഫ് കോൺറാഡ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിനെ എഴുതിയതിനെ വിമർശിച്ചുകൊണ്ട് അച്ചബെ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർക്കുകൾ അവിടെ വരുന്നുണ്ട്, നോവൽസ്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എസ്സെ ഏതാണ്? ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക എന്നുള്ളതാണ്. 1975 ലെക്ചറായിട്ടത് ഇറങ്ങിയിട്ടുള്ള ഇമേജ് ഓഫ് ആഫ്രിക്ക. പാട്രിക് വൈറ്റ്, ഓസ്ട്രേലിയാസ് ഓൺലി നോബൽ ലോറേറ്റ് ഇൻ ലിറ്ററേച്ചർ 1973 അത് നമുക്ക് ഈ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള പാട്രിക് വൈറ്റിന് നോബൽ സമ്മാനം കിട്ടുന്നത്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് നോവൽ വോസ്. Peter Carey has won the Booker Prize twice, for Oscar and Lucinda and for അടുത്ത വർക്കിന്റെ പേര് ട്രൂ ഹിസ്റ്ററി ഓഫ് ദ കെല്ലി ഗ്യാങ്. 1888 ഓസ്കാറും അതിനുശേഷം ഇത് ലഭിക്കുന്നത് അദ്ദേഹത്തിന്. മൈ ബ്രില്യൻ കാരിയർ 1901 ഇറങ്ങിയത്. ആൻ ഏർലി ക്ലാസിക് ഓഫ് ഓസ്ട്രേലിയൻ ഫിക്ഷൻ വാസ് റിട്ടൺ ബൈ. മൈ ബ്രില്യൻ കരിയർ എന്നുള്ളത് ആരെഴുതിയതാണെന്നാണ് ചോദിക്കുന്നത്. ഓസ്ട്രേലിയൻ ബേസ്ഡ് റൈറ്റർ മൈൽസ് ഫ്രാങ്ക്ലിൻ ആണിത് എഴുതിയിട്ടുള്ളത്. പോയറ്റ് ലെസ് മുറേ of Australia's most celebrated literary voices is particularly noted for verse rooted in rural bush landscape and vernacular. അത് പോയറ്റിന്റെ ഒരു സ്പെസിഫിക് ചോദ്യമായിരുന്നു. ജൂഡിത്ത് റൈറ്റ്, എ മേജർ പോയറ്റ്, ഈസ് എസ്പെഷ്യലി നോൺ ഫോർ വേഴ്സ് എൻഗേജിംഗ് വിത്ത് എൻവയോൺമെന്റ്, ലാൻഡ്സ്കേപ്പ് ആൻഡ് അബോറിജിനൽ ഡിസ്പോസിഷൻ. ജൂഡിത്ത് ബട്ട്ലറുമായിട്ട് ഇതിനെ തെറ്റി വായിക്കരുത്. ഓക്കെ. Henry Lawson, alongside Banjo Paterson, is central to which Australian literary tradition? The Bulletin Bush Ballad tradition. ഇതൊക്കെ ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ. ബാൻജോ പാറ്റേഴ്സൺ, author of
Waltzing Matilda. Also wrote the famous poem The Man from Snowy River. Okay. Kate Granville's The Secret River deals primarily with early colonial settlement and violence against aboriginal people. David Malloff, celebrated Australian novelist and poet, wrote the acclaimed novel Remembering Babylon, Little Babylon. Okay. Aboriginal Australian author Sally Morgan is best known for her memoir My Place. Samuel Beckett's Waiting for God was originally written by the author in which language? ഫ്രഞ്ചിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഗോദോത്ത് സാമുവൽ ബക്കറ്റ് എഴുതുന്നത്. എൻ അറ്റൻഡന്റ് ഗോദോത്ത് എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. 1948-49 കാലഘട്ടത്തിലാണ് അത് എഴുതുന്നത്. Alice Wade's land was famously edited and substantially reduced by Ezra Pound. Okay. Virginia Woolf's essay arguing for women creative and financial independence is titled A Room of Funds on എഴുതിയത് ആരാണ്? വിർജീനിയ വൂൾഫാണ് 1929. Rush These Midnight Children won the Booker Prize in 1981. Okay. Satanic Verses എന്നുള്ളതാണ് സൽമാൻ റുഷ്ദിയുടെ ബാൻ ചെയ്യപ്പെട്ട നോവൽ. ഓക്കെ. The concept of the intentional fallacy, the idea that a work's meaning cannot be reduced to authorial intent, was formulated by W.K. Wimsatt and Munro Beardsley. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇന്റൻഷണൽ ഫാലസി എന്ന് പറയുന്ന ഒരു ബേസ് കൊണ്ടുവരുന്നത്. ന്യൂ ക്രിറ്റിസമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള, അമേരിക്കൻ ന്യൂ ക്രിറ്റിസമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്, കൺസെപ്റ്റാണ്. Toni Morrison's Pulitzer Prize winning novel dealing with slavery and haunting memories, Beloved. ടോണി മോറിസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളിലൊന്നാണ് ബിലവഡ് എന്ന് പറയുന്നത്. 1987 അത് ഇറങ്ങുന്നത്. Naipaul, the Trinidadian-born Nobel laureate, is best known for the novel A House for Mr. Biswas. ഒരാൾ ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് നൈപോളിന്റെ എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ് എന്ന് പറയുന്നത്. ജീൻ റൈസ് വൈറ്റ് സർഗാസോ സി, ജീൻ റൈസ് എഴുതിയ വൈറ്റ് സർഗാസോ സി എന്ന് പറയുന്ന നോവൽ ഈസ് എ പോസ്റ്റ് കൊളോണിയൽ ആൻഡ് ഫെമിനിസ്റ്റ് പ്രീക്വൽ ടു വിച്ച് ക്ലാസിക് നോവൽ. ജെയിൻ എയറിനെ സീക്വലാക്കി വെച്ചുകൊണ്ട് ഫെമിനിസ്റ്റ് ആംഗിളിൽ എഴുതിയതാണ് ജീൻ റൈസിന്റെ വൈറ്റ് സർഗാസോ സി എന്ന് പറയുന്ന വർക്ക്. The new criticism, which emphasizes close textual reading over authorial biography or historical context, is most associated with new criticism most associated with whom എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയാൻ ബ്രൂക്സ് ആൻഡ് ജോൺ ക്രോ റാൻസം, ഇത്രയും പേരുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഡെറക് വാൾകോട്ട്, 1992 Nobel laureate and author of epic Homerus, hails from Saint Lucia. സെയിന്റ് ലൂസിയിൽ നിന്നാണ് ഡെറക് വാൾകോട്ട് വന്നിട്ടുള്ളത്. സോ ഇനി ഇത്രയുമാണ് ഇന്നത്തെ ഒരു ചോദ്യത്തിൽ. നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോയിട്ടുള്ളത്. 10-40-50 ചോദ്യമുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സോ എല്ലാവർക്കും സെറ്റ് പാസ്സാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം. എന്തായാലും